കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കീർത്തി ഗാഥയെ നോക്കിക്കൊണ്ട് പറയണേ, അതിന് നാഗബലി നടത്തിയ അതേ ഗാഥയല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവളുടെ മട്ടും ഭാവം കണ്ടില്ലേ, നല്ല മാറ്റമുണ്ട്. ആ ഗാഥ വേറൊന്നാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാവില്ലേ അല്ലേ അച്ഛാ? പിന്നല്ലാതെ ഞാൻ ഈ കാര്യം പലതവണ ഇവിടെയുള്ളവരോടൊക്കെ പറഞ്ഞതാണല്ലോ. സർപ്പബലി നടത്തിയത് ഒരു ഗാഥ, ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വേറൊരു ഗാഥ. ഇത് തെളിയിക്കാൻ ഞാൻ പലതവണ ശ്രമിച്ചെങ്കിലും എൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമായിരുന്നു. പക്ഷേ അത് ഞാൻ ഒരു ദിവസം തെളിയിച്ചിരിക്കും. അതിന് അധികം വൈകില്ല. 2 ഗാഥയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ. തെളിവ് സഹിതം 2 ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഈ വിഷു ദിവസത്തിൽ തന്നെ അതിനുള്ള ഭാഗ്യം നാഗദൈവങ്ങൾ എനിക്ക് തന്നെ. അതുമാത്രമല്ല എൻ്റെ പ്രാർത്ഥന. 2 ഗാഥയില്ലെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ഈ കളരിക്കൽ വീടിൻ്റെ ഉമ്മറത് തല ചെല്ലിച്ചാവും. ഞാനിപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ നാഗദൈവങ്ങളോട്. അങ്ങനെ പറഞ്ഞ് പൂജാമുറി പോയിട്ട്, എൻ്റെ നാഗദൈവങ്ങളെ കാത്തോളനെ, ഇവളുമാരുടെ കള്ളക്കളി ഒന്ന് എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കാനായിട്ട് ഉടനെ തന്നെ എനിക്ക് നീ ഒരു അവസരം തന്നെ, 2 ഗാഥേനെ എൻ്റെ കൺമുമ്പിൽ എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഉദയൻ അവിടെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് കേട്ടോ. ഉദയൻ്റെ പ്രാർത്ഥനയും സംസാരമൊക്കെ കേട്ട് ആകെ ദേഷ്യത്തിലെ കലിതുള്ളി നിൽക്കുവാണ് ഗാഥ. അന്നേരം സുമിത്ര പറയണേ, ഉദയന് വീണ്ടും തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമ്പോൾ ഉദയൻ്റെ ഈ അസുഖമൊക്കെ മാറിക്കോളും. മോള് വന്നേ. അങ്ങനെ പറഞ്ഞാൽ ഗാഥേനെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ് സുമിത്ര. പിന്നീട് കാണിക്കുന്നത് നവീനെ വിദേശത്തു നിന്നുള്ള ചില പുതിയ ഡീലിനെ കുറിച്ചുള്ള സംസാരിക്കാനായിട്ട് ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അവരെല്ലാം ഉടനെ തന്നെ നാട്ടിലെത്തുമെന്നും അങ്ങനെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ അവരുടെ പ്ലാൻ നോക്കി നവീൻ അവരോട് സംസാരിക്കുവാണ്. അങ്ങനെ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അന്നേരം നവീൻ പറയണേ, എടോ മാണിക്കുഞ്ഞ്, നമ്മുടെ മുംബൈയിലുള്ള 2-3 ക്ലയൻസൊക്കെ ഉണ്ടല്ലോ, അവർ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന അനിയൻ സാറിൻ്റെ പ്രോപ്പർട്ടിയിലില്ലേ, അവിടെ ചെയ്യാൻ പറ്റിയ പ്രോജക്റ്റ് അതെല്ലാം. അവർ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ നമുക്ക് ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അയ്യോ സാറേ, അങ്ങനെയായ പ്രശ്നമൊക്കെയുള്ളൂ. നമ്മളിതുവരെ സ്ഥലത്തിന് രജിസ്ട്രേഷൻ പോലും നടത്തിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മളെങ്ങനെയാണ് അവരെ ആ സ്ഥലമൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നത്? എടോ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടേതല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ ക്ലയൻസിനെ കൊണ്ടുപോയി നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിൻ്റെ ഡീറ്റെയിൽസ് സംസാരിക്കാനോ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അനിയൻ സാറിനെ വിളിക്കണം. രജിസ്ട്രേഷൻ വേഗത്തിലാക്കാൻ പറയണം. പറ്റുവാണെങ്കിൽ വിഷുവിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം. അയ്യോ, അങ്ങനെയാണെങ്കിൽ സാറേ, വിഷു 14-ാം തീയതിയല്ലേ? അങ്ങനെയാകുമ്പോൾ ഒരു 13-ാം തീയതിയെങ്കിലും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണ്ടേ? വേണം. അനിയൻ സാറിനെ ഇപ്പം തന്നെ വിളിച്ച് പറയാം, നമ്മുടെ ആവശ്യം പറയാം. സാറിന് മനസ്സിലാകുമല്ലോ. അങ്ങനെ പറഞ്ഞ് നവീൻ ഫോണെടുത്ത് ശ്രീനിവാസിൻ്റെ നമ്പറിലേക്ക് വിളിക്കുവാണ് കേട്ടോ. എന്നാൽ കോള് കിട്ടുന്നില്ല. ഫോണ് കണക്റ്റ് ആവുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യോടോ എന്ന് പറഞ്ഞ് നവീൻ ആലോചിക്കുക. ഈ സമയം മാണിക്കുന്നു പറയണേ, എൻ്റെ സാറേ, അനിയൻ സാറിൻ്റെ സെക്രട്ടറിയുടെ നമ്പർ ഉണ്ടല്ലോ സാറിൻ്റെ കയ്യിൽ, കൃഷ്ണയുടെ നമ്പർ, കൃഷ്ണനെ വിളിക്കുന്നേ. അങ്ങനെ നവീൻ കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം നവീൻ്റെ കോള് കാണുന്നതും കൃഷ്ണ വേഗം തന്നെ ഫോൺ എടുക്കുക. എന്നിട്ട് പറയണേ, അതെ, ആചാരങ്ങളുടെ കാര്യമൊന്നും ഒട്ടും മറക്കാൻ പാടില്ല, അതിലൊരു മുടക്കം വരുത്തരുത്. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകൾ കേൾക്കുന്നതും നവീൻ അത്ഭുതപ്പെടുക. അല്ല, എൻ്റെ വീട്ടിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന കാര്യം തനിക്കെങ്ങനെ അറിയാം? അന്നേരം ഉണ്ടോ കൃഷ്ണനൊക്കെ പെട്ടെന്ന് ബോധം വിടുന്നത്. അത് പിന്നെ ഞാൻ ഫോൺ എടുത്തപ്പോൾ ഈ വിഷുവൊക്കെ ഉണ്ടല്ലോ വരുന്നത്, അപ്പോൾ വിഷുവിൻ്റെ ആചാരങ്ങളും മറ്റുമൊക്കെ പാലിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞതാ. ഓ അങ്ങനെ. അല്ല, താനിനി എന്നെ ഫോളോ ചെയ്യുകയോ ഉണ്ടോ? ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ വിളിച്ചതേ മറ്റൊരു കാര്യം പറയാനാ. ഞാൻ കുറേ തവണ അനിൽ സാറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു, പക്ഷേ ഫോൺ കിട്ടിയില്ല. പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ. സാറുണ്ടോ അവിടെ? ഉണ്ടല്ലോ, ഞാനിപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞാൽ കൃഷ്ണ നേരെ ചെന്ന് ശ്രീനിവാസിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുക. നവീൻ ആച്ചാ? മോളെ താം. പറയൂ നവീൻ. സാറിൻ്റെ ഫോണിലേക്ക് ഞാൻ 2-3 തവണ വിളിച്ചു, കിട്ടാതായതുകൊണ്ടാണ് കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിച്ചത്. അതിനെന്താ നവീൻ, എന്താ വിളിച്ചത്? പറഞ്ഞോളൂ. അന്നേരം നവീൻ പറഞ്ഞേ, സാർ, ഞങ്ങളുടെ മുംബൈയിലുള്ള 2-3 ക്ലയൻറ്റ്സ് എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ പ്രോപ്പർട്ടിയിലെ പുതിയതായിട്ട് തുടങ്ങാനിരിക്കുന്ന പ്ലാനിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ്. അവർ നാട്ടിലേക്ക് ഉടനെ എത്തും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പറ്റുവാണെങ്കിൽ വിഷുവിന് മുമ്പ്. സാറിന് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടോ? വിഷുവിന് മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് തിരക്കാണ്, എന്നാലും സാരമില്ല, ഇയാളുടെ ആവശ്യമല്ലേ, നമുക്ക് അന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്താം. ശരി സാർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ പറഞ്ഞാൽ നവീൻ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ശ്രീനിവാസ് കൃഷ്ണയോട് കാര്യങ്ങൾ പറയണേ. വിഷുവിന് മുമ്പ് തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമോ നവീൻ ചോദിക്കണേ. നവീൻ അവിടെ ചില പുതിയ പ്രോജക്റ്റുകളൊക്കെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അന്നേരം കൃഷ്ണ പറയണേ, എന്നാലും വിഷു കഴിഞ്ഞിട്ട് മതിയായിരുന്നു. സാരമില്ലെന്നേ, നവീന് അത്യാവശ്യം കാരണമല്ലേ. നവീനെ പിന്നെ നമുക്കറിയാവുന്ന ആളുമല്ലേ. അയാൾക്ക് ആ പ്രോപ്പർട്ടി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചതുമാണല്ലോ. അത് എത്രയും വേഗത്തിലായ അത് നല്ലത് തന്നെയല്ലേ മോളെ?
പിന്നീട് കാണിക്കുന്നത് ഗാഥ സിത്താരനെ ഫോണിൽ വിളിക്കുന്നതാണ്. അന്നേരം സിത്താര അവിടുത്തെ പൂജകളെ മറ്റു കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കേ. ആ മമ്മി, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, എല്ലാം ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ അമ്മക്കും മുത്തശ്ശിക്കുമൊക്കെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഉദയനുണ്ടല്ലോ, അയാളെ കൊണ്ട് വലിയ ശല്യമാണ്. അയാൾ കുറച്ച് മുമ്പ് വിളിച്ച് പറഞ്ഞ് എന്താണെന്നറിയോ, ഇവിടെ ഒന്നല്ല 2 കഥയുണ്ട്, അത് അയാൾ ഉടനെ തെളിയിക്കുമെന്നും. എത്രയും പെട്ടെന്ന് അത് തെളിയിക്കാനുള്ള ഒരു അവസരം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് നടക്കും അയാൾ. മോളെ, അതൊന്നും കാര്യമാക്കാൻ ശ്രമിക്കണ്ട. ഉദയൻ്റെ സംസാരമൊന്നും ആരും കേൾക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ഇനി ഒരിക്കലും നീയും കൃഷ്ണനെ ഒരു സ്ഥലത്ത് വരാനും പോകുന്നില്ല. പിന്നെ എങ്ങനെയാവൻ തെളിയിക്കാൻ പോകുന്നത്? അതുകൊണ്ട് അതൊന്നും മോള് മനസ്സിൽ വെക്കാൻ നിൽക്കണ്ട. അന്നേരം കഥ പറയുന്നുണ്ട്, ഓ ഈ കൃഷ്ണ, അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് കയറുക. സത്യം പറഞ്ഞാൽ അവളുടെ ജീവൻ അങ്ങ് ഇല്ലാതാക്കി കളയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കായിരുന്നു. മോളെ, ഈ പൂജ നടത്തുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ചിന്തയൊന്നും നിന്റെ മനസ്സിൽ വരാൻ പാടില്ല. മതി, ഫോൺ കട്ട് ചെയ്തേ. എന്നിട്ട് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചിരുന്നാൽ മതി. ഭംഗിയായിട്ട് നീ പൂജ പൂർത്തിയാക്കണം, കേട്ടല്ലോ. അങ്ങനെ പറഞ്ഞ സിത്താര ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി പൂജാമുറിയിലേക്ക് കിടന്നുറങ്ങുന്ന ഗാഥേനെ ആയിരിക്കോട്ടോ. ഗാഥ അങ്ങനെ നിലത്ത് തുണിയൊക്കെ വിരിച്ചാണ് കിടക്കുന്നത്. ഈ സമയം അതുവഴി പോകുന്ന നവീൻ ആ കാഴ്ച കണ്ട് ഗാഥയെ നോക്കുവാണ്. അന്നേരം സുമിത്രം അങ്ങോട്ടേക്ക് വരുവാ. എന്നിട്ട് പറയണേ, കഷ്ടമുണ്ടല്ലേ പാവം ഗാഥമോള്, എത്ര തവണയാണ് ഇതുപോലുള്ള പൂജകളൊക്കെ ഒതൊരു ത്യാഗത്തോടെ സഹിക്കുന്നതും. ചില നേരം കാണുമ്പോൾ സങ്കടം തോന്നും. എന്നിട്ടും അവസാനം ദൈവം എന്താ നമ്മുടെ ഗാഥമോളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അന്നേരം നവീൻ ചോദിക്കണേ, അല്ല ഇപ്പോൾ എന്തിനാ ഇയാളിങ്ങനെ താഴെ കിടക്കുന്നത്? അതോ നിനക്ക് ഇവിടുത്തെ വിഷുവിൻ്റെ പൂജകളും മറ്റും അറിയാവുന്നതല്ലേ? ദമ്പതിമാർ അത് അനുഷ്ഠിക്കേണ്ട പൂജകളും അവരെടുക്കേണ്ട വ്രതങ്ങളും ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഗാഥമോള് ഈ വ്രതമൊക്കെ എടുക്കുന്നത്. എന്താണെങ്കിലും വേണമെങ്കിൽ നിനക്ക് ചെന്ന് ഗാഥമോളുടെ അരികിലിരിക്കാം, അതിന് വിലക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുവാണ്. ഈ സമയം നവീൻ ഗാഥയുടെ അരികിൽ ചെന്നിരുന്ന് ഗാഥയുടെ മുടിയിൽ തലോടുവാണ് കേട്ടോ. ഈ സമയം ഗാഥ എണീക്കുക. താഴെ എണീക്കണമെന്നില്ല, കിടന്നോളൂ. വേണ്ട നവീൻ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ താനെടുക്കുന്ന ഈ ത്യാഗങ്ങളൊന്നും ഞാൻ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല കേട്ടോ. അന്നേരം ഗാഥ പറയണേ, ഇതെല്ലാം നവീന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. വിഷുവിനോടനുബന്ധിച്ച് ഈ പൂജ ദമ്പതികൾ എടുക്കണമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും വീഴ്ച വരുത്തിയാലേ ദോഷം സംഭവിക്കാൻ പോകുന്നത് ഭർത്താക്കന്മാർക്കായിരിക്കുമെന്ന്. അങ്ങനെ നവീനോട് ദോഷം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ നവീനെ രക്ഷിക്കും. അത് കേട്ട് അങ്ങോട്ടേക്ക് വിടുന്ന മാണിക്കിന് പറയണേ, കേട്ടോ സാറേ, ഗാഥമ്മയുടെ പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഇതിലും വലുതായിട്ട് എന്താ കേൾക്കാനുള്ളത്? ഒരു ഭർത്താവിനെ ഭാര്യയിൽ നിന്നും ഇങ്ങോട്ട് വാക്ക് കേട്ടാൽ പിന്നെ മറ്റൊന്നും വേണ്ടല്ലോ. ചില സമയം കഥാമടത്തിൽ സംസാരം കേൾക്കുമ്പോഴല്ലോ ആരാണെങ്കിലും ഒന്ന് ആരാധിച്ചു പോകും, ബഹുമാനിച്ച് നോക്കി നിന്നു പോകും. എന്നാൽ ചില സമയം എല്ലാവരും വെറുപ്പിക്കുന്ന രീതിയിലും ആയിരിക്കുന്നേ. അന്നേരം കഥ പറയണേ, എനിക്കും അറിയാം ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാ. എന്താണെങ്കിലും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ വിഷു ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വേണേ നവീൻ നമുക്കൊന്ന് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങാൻ. അന്നേരം സുമിത്ര അങ്ങോട്ടേക്ക് വരുവാ. ആ മോളെ, ഈ ചൂട് പാല് കുടിക്ക്, കുറച്ച് ചൂടൊന്ന് ആറട്ടെ, എന്നിട്ട് കുടിച്ചാൽ മതി. ഈ സമയം മാണിക്കുഞ്ഞ് പറയുന്നുണ്ട്, അയ്യോ അല്ല സാറേ, നമ്മളെ വിഷുവിൻ്റെ തലേ ദിവസമല്ലേ അനിയൻ സാറുമായിട്ടുള്ള ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ അതെ, അതിപ്പോൾ പ്രശ്നമാകുമല്ലോ സാറിന്. ഇനി എങ്ങനെ ആ ദിവസം അങ്ങോട്ടേക്ക് പോകാൻ പറ്റും? അന്നേരം സുമിത്ര പറയണേ, വിഷുവിൻ്റെ തലേ ദിവസം എവിടെ പോകാനാ? ആ ദിവസമല്ലേ നമ്മൾ ഈ പൂജകളെല്ലാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്നേരം നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. മുത്തശ്ശി ഞാനൊന്നും അതിന് സമ്മതിക്കില്ല. നീ കഥമോടെ കൂടെ തന്നെ വേണം. എടോ മാണിക്കുഞ്ഞെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം സാറേ, നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത്യാവശ്യ സന്ദർഭങ്ങളിലേക്ക് രജിസ്ട്രാറെ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ലേ? എന്നിട്ട് വീട്ടിൽ വെച്ച് തന്നെ രജിസ്ട്രേഷൻ നടത്താറില്ലേ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും. രജിസ്ട്രാറൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഓൾറെഡി. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അദ്ദേഹം വേണ്ട രീതി കാര്യങ്ങളൊക്കെ വന്ന് ചെയ്തു തരും. അനിയൻ സാറിന് വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ? അന്നേരം നവീൻ വരണേ, എന്താണെങ്കിലും സാറിനെ വിളിച്ച് ഇപ്പോൾ തന്നെ ചോദിക്കാം, ഇങ്ങോട്ടേക്ക് വരാൻ പറയാം, വിഷു ആഘോഷത്തിന് ക്ഷണിക്കുകയും ചെയ്യാം, അതിൻ്റെ ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്താമല്ലോ. അങ്ങനെ പറഞ്ഞ് നവീൻ അപ്പം തന്നെ ഫോൺ എടുക്കുവാണ്. ഇതേസമയം കാണിക്കുന്നത് കൃഷ്ണ ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേന്ന്. എന്നിട്ട് പറയണേ, ഭഗവാനെ നവീന് ഒരാപത്തും ഒരപകടം വരുത്താതെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞ് കൃഷ്ണ പ്രാർത്ഥിച്ച് തിരിയുമ്പോഴായിരിക്കോട്ടോ അവിടെ നിൽക്കുന്ന സത്യവതിനെ കാണുന്നത്. അന്നേരം സത്യവതി അരികിലേക്ക് വന്നിട്ട് ചോദിക്കണേ, അല്ല കുട്ടി ഇപ്പോൾ എന്താ പ്രാർത്ഥിച്ചത്? നവീനോ? നവീൻ ആരാണ്? ഈ സമയം അത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന തങ്കം പറയണേ, അയ്യോ എന്താ പറ്റിയത്? അന്നേരം സത്യവതി പറയണേ, അല്ല കൃഷ്ണമോട് പ്രാർത്ഥിച്ചപ്പോൾ നവീന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേട്ടു, അതാരാണെന്ന് ചോദിക്കുകയായിരുന്നു. അന്നേരം തങ്കം പറഞ്ഞേ, അയ്യോ അത് നവീനെന്നല്ല പറഞ്ഞത്, നവനീത് കൃഷ്ണ എന്നായിരിക്കും. മോള് കുഞ്ഞിക്കാലം മുതലേ കൃഷ്ണനെ അങ്ങനെ വിളിച്ചാൽ ശീലിച്ചിരിക്കുന്നത്. അന്നേരം കൃഷ്ണൻ പറഞ്ഞേ, ആ അതെ അതെ, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, അമ്മായി കേട്ടത് മറ്റെന്തോണെന്ന് തോന്നുന്നു. ഈ സമയം സത്യവതിക്കാണെങ്കിൽ നല്ല സംശയം തോന്നുവാണ്. അന്നേരം തങ്കം പറയണേ,
മോളെ പൂജിക്കാൻ വെച്ചാൽ പ്രസാദം കൊടുക്ക്, അതെല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ പറഞ്ഞ കൃഷ്ണയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ പ്രസാദമായിട്ട് നേരെ ശ്രീനിവാസൻ്റെ അരികിലെത്തുവാണ്. എന്നിട്ട് ശ്രീനിവാസൻ ആ പ്രസാദം കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പാലട പ്രഥമൻ കഴിച്ചിട്ട് ശ്രീനിവാസൻ കൃഷ്ണനെ കുറിച്ച് പുകഴ്ത്തുവാം. എന്തൊരു രുചിയോ മോളെ, ഇത് മോളുണ്ടാക്കിയതാണോ? അതെ ചേച്ചി, ഒന്ന് കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്നല്ല, സൂപ്പർ രുചി. ഇത്രയും ടേസ്റ്റുള്ളൊരു അടപ്രഥമൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. സത്യം പറയാലോ മോളെ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇതിലെന്തെങ്കിലും പ്രത്യേക റെസിപ്പി ചേർത്തിട്ടുണ്ടോ? അന്നേരം കൃഷ്ണ തന്നെ, ഇതൊക്കെ എന്നെ പഠിപ്പിച്ച ആളാ ദേ ഈ നിൽക്കുന്നത്. ഓ, തങ്കം പഠിപ്പിച്ചതാണോ? അപ്പം പിന്നെ മോശമാകാൻ വഴിയില്ലല്ലോ. അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടെ നവീൻ്റെ കോൾ വരുന്നത്. നവീൻ പറയടോ. അന്നേരം നവീൻ കാര്യം പറയുവാണ്. വിഷു ആഘോഷത്തിൻ്റെ അന്ന് വീട്ടിലേക്ക് വരാമോ എന്ന് നവീൻ ചോദിക്കുക. അതാകുമ്പോൾ ഇവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം, അതിൻ്റെ ഒപ്പം രജിസ്ട്രേഷനും നടത്താം. ശ്രീനിവാസൻ ആദ്യം ഒന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും നവീൻ ഇവിടെയായിട്ട് സമ്മതിക്കണേ. ശരി, എന്നാൽ പിന്നെ വിഷുവിൻ്റെ ദിവസം അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. അല്ല, താൻ വരേണ്ട സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചാൽ മതി, ഞാൻ കൃഷ്ണമോളെയും കൂട്ടി അങ്ങോട്ട് എത്തിക്കോളാം. അന്നേരം നവീൻ പറയണേ, അതെ, ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ട് കളരിക്കൽ വീട് ചോദിച്ചാൽ മതി, ആരായാലും കാണിച്ചു തരും. കളരിക്കൽ അല്ലേ? അപ്പോൾ ശരി, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. അത് കേൾക്കുന്നതും കൃഷ്ണയും താങ്കൾ ഞെട്ടുവാണ്. ഈ സമയം സത്യവതി ചോദിക്കണേ, അല്ല ഇപ്പോൾ വിളിച്ചതാരാ? അതോ നവീൻ, നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങാൻ പോകുന്ന ആളാ. അന്നേരം സത്യവതി ചോദിക്കണേ, കുറച്ചു മുമ്പ് പൂജാമുറി നിന്നപ്പോൾ കൃഷ്ണമോള് നവീന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അത് ഇയാളുടെ കാര്യമാണോ? ആണോ മോളെ? മോള് നവീന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ? അന്നേരം തങ്കം പറയണേ, അയ്യോ അത് നവീൻ എന്നല്ല, നവന് കൃഷ്ണ എന്നാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ മാഡം. ഈ സമയം ശ്രീനിവാസ് ചോദിക്കണേ, ഇനിയിപ്പോൾ നവീന് വേണ്ടി പ്രാർത്ഥിച്ചാലും എന്താ കുഴപ്പം? നമുക്ക് പരിചയമുള്ള ആളല്ലേ നവീൻ. മോളെ, നമുക്കപ്പോൾ വിഷുവിന് നവീൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അവിടെ വെച്ച് തന്നെ പ്രോപ്പർട്ടീൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നാണ് നവീൻ പറയുന്നത്. അയ്യോ, അതെങ്ങനെയാണ് ശരിയാവുക? അതെന്താ തങ്കം, നമുക്ക് വിഷുവിന് കണി കണ്ടാൽ മാത്രം മതിയല്ലോ. കണി കണ്ടു കഴിഞ്ഞ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അല്ല, എന്നാലും അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മോളെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഉണ്ടല്ലോ. എന്ത് മോളെയും കൊണ്ട് ഞാൻ അവിടെ പോകുന്നതിൽ എന്താ കുഴപ്പം? മോളെ റെഡി ആയിക്കോട്ടോ. നമ്മൾ ഇത്തവണത്തെ വിഷു നവീൻ്റെ വീട്ടിലാണ് ആഘോഷിക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസ് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ടെൻഷനോട് കൂടി നിൽക്കുവാണ് കൃഷ്ണയും തങ്കവും. അന്നേരം അവരുടെ ഈ ടെൻഷനൊക്കെ സത്യവതി ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മായിക്ക് സംശയം തോന്നിയെന്ന് മനസ്സിലായി കൃഷ്ണയും തങ്കവും വേഗം തന്നെ അവിടെ നിന്ന് റൂമിലേക്ക് കയറി പോകുവാണ്. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അങ്ങനെ അടുത്ത ദിവസം ശ്രീനിവാസൻ്റെ ഒപ്പം കൃഷ്ണയും മോളിക്കുട്ടിയൊക്കെ ഒരുമിച്ച് കളരിക്കിലേക്ക് പോകുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രമുഖർ കാണിക്കുന്നത്. കൃഷ്ണയാണെങ്കിൽ വല്ലാത്ത ടെൻഷനില്ല. ഇന്നത്തോടെ കാര്യങ്ങളെല്ലാം അവസാനിക്കുമോ? അച്ഛനെല്ലാ സത്യങ്ങളും തിരിച്ചറിയോ? ഞാനും കാതും കൂടി ഒരുമിച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാകും സംഭവിക്കുന്നത് എന്നെല്ലാം ഓർത്ത് ടെൻഷനോടെ പരിഭ്രമത്തോടെ ഇരിക്കുവാണ് കൃഷ്ണ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്